ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹെമി ടെസ്റ്റ്നെറ്റ് എയർഡ്രോപ്പിനെ പറ്റിയിട്ടാണ്. ആദ്യമായിട്ട് എന്താണ് ഈ ഹെമി നെറ്റ്വർക്ക് എന്ന് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ആൻഡ് ഇതേറിയം ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് വരുന്ന പുതിയൊരു നെറ്റ്വർക്കാണ് ഹെമി നെറ്റ്വർക്ക്. നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ്റെയും ഇതേറിയത്തിൻ്റെയും രണ്ടിൻ്റെയും അഡ്വാൻറ്റേജസ് എല്ലാം എടുത്തുകൊണ്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് പുതിയൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർ ഓപ്പറേറ്റബിലിറ്റി ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ബ്ലോക്ക് ചെയിൻസുമായിട്ട് ഈസി ആയിട്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കുറേ ബ്രാൻഡ്സ് ഇവിടെ കാണാൻ പറ്റും. ബിനാൻസ് ലാബ്സ്, ബിഗ് ബ്രെയിൻ ഹോൾഡിംഗ്സ്, Crypto.com ഇതുപോലെ ഒരുപാട് കമ്പനീസ് ബാക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഫണ്ടിങ് നോക്കുകയാണെങ്കിൽ $50 million ആണ് സീഡ് റൗണ്ടിൽ തന്നെ ഇവർ റേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ 100 മില്യൺ 200 മില്യൺ ഡോളേഴ്സ് ഒന്നുമില്ല. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു ടെസ്റ്റ് നെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ചെയ്യില്ല. ഇതുപോലെ 100 മില്യൺ 200 മില്യൺ ആൾക്കാരൊന്നും വരില്ല. വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ വരൂ. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബേസിക് ആയിട്ട് അറിയുന്ന ഒരാൾക്കേ ചെയ്യാൻ പറ്റും. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. അല്ലാതെ ജസ്റ്റ് ടാപ്പ് ചെയ്തു ഗെയിംസ് കളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടില്ല. നമ്മൾ കുറച്ച് ബേസിക് ആയിട്ട് ബ്ലോക്ക് ചെയിനിലെ കുറച്ച് ടാസ്കുകൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുക. അപ്പോൾ ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടാസ്കുകളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് ആയിട്ടുള്ള 1K ലൈക്സ് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഹെമി നെറ്റ്വർക്കിൻ്റെ ടെസ്റ്റ് നെറ്റ് എയർ ഡ്രോപ്പിൽ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റാമാസ്കിൻ്റെ വാലറ്റ് ആണ്. ഓക്കെ, മെറ്റാമാസ്ക് വാലറ്റ് ഇല്ലാത്തവരാണെങ്കിൽ താഴെ വീഡിയോ കൊടുക്കാം, അത് കാണുക. എന്നിട്ട് മെറ്റാമാസ്കിൻ്റെ വാലറ്റ് ക്രിയേറ്റ് ചെയ്യാം. എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒരു വാലറ്റ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ കണ്ട് വാലറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഫോണിലും ചെയ്യാൻ പറ്റും, PC-യിലും ചെയ്യാൻ പറ്റും. PC-യിലാണെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമാണ്. PC ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നില്ല, മൊബൈലുള്ളവർക്കും ചെയ്യാം. അപ്പോൾ മൊബൈലുള്ളവർ എന്ത് ചെയ്യുക, കിവി ബ്രൗസർ എന്ന് പറയുന്ന ബ്രൗസർ വേണം യൂസ് ചെയ്യാൻ. അതിലാണ് ഒരു എറേഴ്സും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും വർക്ക് ആവുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഹെമീൻ്റെ ടെസ്റ്റ് നെറ്റിൻ്റെ എയർ ഡ്രോപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, കണക്റ്റ് വാലറ്റ് ആണ്. ഓക്കെ, നിങ്ങൾ PC യൂസ് ചെയ്ത് ചെയ്യുന്ന ആളാണെങ്കിൽ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഇതുപോലെ ആഡ് ചെയ്ത് വെക്കുക ക്രോമിൽ. നിങ്ങൾ കിവി ബ്രൗസർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിലും ഇതുപോലെ തന്നെ മെറ്റാമാസ്ക് ക്രോം എക്സ്റ്റൻഷൻ എന്നുള്ള കാര്യം കിവിയിൽ സെർച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ആഡ് ചെയ്യുക. ഓക്കെ, കണക്റ്റ് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കേണ്ട മെറ്റാമാസ്ക് ആണ്. അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെറ്റാമാസ്കിൻ്റെ പോപ്പപ്പ് വരും. നിങ്ങൾ കിവി ബ്രൗസർ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ 3 ഡോട്ട് ഈ ഒരു ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ താഴെ പോയി കഴിഞ്ഞാൽ മെറ്റാമാസ്ക് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്താൽ മാത്രമാണ് ഈ ഒരു സംഭവം കാണാൻ പറ്റുക. ഓക്കെ, PC-യിലാകുമ്പോൾ പോപ്പപ്പ് വരും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് താഴേക്ക് വരിക, കൺഫേം ക്ലിക്ക് ചെയ്യുക. കൺഫേം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റോടെ കണക്ട് ആവുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റെഫറൽ കോഡ് കൊടുക്കാനാണ്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, വേണമെങ്കിൽ കൊടുക്കണ്ട. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പോയിന്റ്സിൻ്റെ എണ്ണം കുറയും. ആ ഒരു കാര്യം ആലോചിക്കുക. നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്ക് ജോയിനിങ് ബോണസ് ആയിട്ട് പോയിന്റ്സ് വേണമെങ്കിൽ റെഫറൽ കോഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആ റെഫറൽ കോഡ് എന്താ കൊടുക്കേണ്ടതെന്നുള്ളത് സ്ക്രീനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഞാനിവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലും ഈ ഒരു കോഡ് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യണമെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റിലുണ്ട്. അത് നോക്കി കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ നോക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 2 സ്മോൾ ലെറ്റർ C 30 സ്മോൾ ലെറ്റർ A സ്മോൾ ലെറ്റർ F 2 zeros അങ്ങനെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ജോയിനിങ് ബോണസ് വേണ്ടവർ ഈ ഒരു കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആരോ മാർക്ക് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കോഡ് അപ്ലൈ ആവുന്നതാണ്. ഇത് എൻ്റെ തന്നെ കോഡാണ്, അതുകൊണ്ട് എനിക്കിവിടെ അപ്ലൈ ആവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു കോഡ് കൊടുത്തതിന് ശേഷം ഇവിടെ ഈ ഒരു ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഡ് അപ്ലൈ ആവുന്നതാണ്. അതിനുശേഷം കണക്ട് എക്സ് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ജസ്റ്റ് ലോഗിൻ ചെയ്യേണ്ടി വരും, ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓതറൈസ് വരും. ഓക്കെ, ഓതറൈസ് വന്നില്ലെങ്കിൽ ജസ്റ്റ് ഈ മെയിൽ ID പാസ്വേഡും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓതറൈസ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്വിറ്റർ അക്കൗണ്ട് ഹെമി നെറ്റ്വർക്കുമായിട്ട് കണക്ട് ആവും. അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റെപ്പും കംപ്ലീറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ജംപ് സ്റ്റാർട്ട് ദ പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരിക. ഇവിടെ നമ്മൾ കണക്ട് ചെയ്ത വാലറ്റ് കാണാൻ പറ്റും, നമ്മളുടെ റാങ്ക് കാണാൻ പറ്റും, നമ്മുടെ ടോട്ടൽ പോയിന്റ്സും കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ഓരോ ടാസ്ക് ചെയ്യുമ്പോൾ ഇവിടെ ടോട്ടൽ പോയിന്റ്സ് ആഡ് ആയിക്കൊണ്ടിരിക്കും, നമ്മുടെ റാങ്കും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ടാസ്ക് ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് റാങ്കിങ് കാണാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ലീഡർ ബോർഡ് ഓരോ 4 മണിക്കൂറിലുമാണ് റിഫ്രഷ് ആവുക. അപ്പോൾ നിങ്ങൾ ടാസ്ക് ചെയ്ത് 4 മണിക്കൂർ കഴിഞ്ഞാലായിരിക്കും ഇവിടെ റിഫ്ലക്റ്റ് ആവുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടാസ്കുകൾ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി ഗാലക്സി ടാസ്കുകളാണ്. എന്ന് വെച്ചാൽ ഗാലക്സി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വസ്റ്റ്, അതുപോലെ തന്നെ ക്വിസുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗോ ടു ഗാലക്സി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗാലക്സിൻ്റെ സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ ലോഗിൻ ചെയ്യണം. ഓക്കെ, അതിനുശേഷം 2 ടാസ്കുകൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ റിക്വയർമെൻറ്റ് കാണാൻ പറ്റും. ഈ ടാസ്കിൽ പങ്കെടുക്കണമെങ്കിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു റിക്വയർമെൻറ്റ് ഫുൾഫിൽ ആക്കണം. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഗാലക്സി ഹ്യൂമാനിറ്റി സ്കോർ ലെവൽ 1 ആയിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ ഗാലക്സി പാസ്പോർട്ട് ഹോൾഡർ ആവണം, അല്ലെങ്കിൽ ഗാലക്സി പ്ലസിൻ്റെ സബ്സ്ക്രിപ്ഷൻ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ 2 ടാസ്കുകളും ഇപ്പോൾ ചെയ്യാൻ പറ്റില്ല. കാരണം റിക്വയർമെൻറ്റ് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് പാസ്പോർട്ടോ സ്കോറോ പർച്ചേസ് ചെയ്യുക. ഇനി നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഇല്ല, 1 രൂപ പോലും മുടക്കാതെ നിങ്ങൾക്ക് ചെയ്യണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാം.
നമുക്ക് ഈ ഒരു ടാസ്ക് ചെയ്യേണ്ട ഗാലക്സി ടാസ്ക് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഗാലക്സി ടാസ്ക് നമുക്ക് ഡെയിലിയാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസവും പുതിയ പുതിയ ടാസ്കുകൾ വരും. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നതോറും നമുക്ക് പോയിന്റ്സ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ രണ്ടാമത്തെ ടാസ്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടണൽ ഇതേറിയം ടു ഹെമി ടെസ്റ്റ്നെറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 സെഫോലിയ ഇതേറിയം കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ്. അതൊക്കെ എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ടണൽ ചെയ്യാൻ പോവാണ്. ടണൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ടണൽ പേജിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ടണലിൻ്റെ പേജ്. ഓക്കെ, ഇവിടെ നമ്മൾ നമ്മളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. ഏതാണ് മെറ്റാമാസ്ക് ആണ് കണക്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് കണക്ട് യുവർ EVM വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ വാലറ്റുകൾ കാണാൻ പറ്റും. മെറ്റാമാസ്ക് ചൂസ് ചെയ്യാം. ഓക്കെ, വാലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കൺഫർമേഷൻ കൊടുക്കണം. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്ത് ചെയ്യണം, കിവി ബ്രൗസറിൽ നിങ്ങളുടെ എക്സ്റ്റൻഷൻ ഓപ്പൺ ആക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ. ഓപ്ഷൻസിലേക്ക് പോവുക, ഏറ്റവും താഴെ പോവുക, മെറ്റാമാസ്ക് ഉണ്ടാവും, ചൂസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്നാലാണ് ഈ ഒരു പോപ്പപ്പ് ആ ഒരു മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷനകത്ത് കാണാൻ പറ്റുക. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഓപ്പൺ ചെയ്യണമെന്ന കാര്യം ഞാൻ പറയുന്നത്. PC ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ പോപ്പപ്പ് ആയിട്ട് വരും. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക, കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റോടെ കണക്ട് ആയി കഴിഞ്ഞു. നമ്മളുടെ കയ്യിലുള്ള ഇതേറിയത്തിൻ്റെ ബാലൻസ് കാണാൻ പറ്റും. ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ വാലറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ സെഫോലിയ നെറ്റ്വർക്കിൽ സെഫോലിയ എന്ന് പറയുന്ന നെറ്റ്വർക്കോടെ കാണാൻ പറ്റും. ഈ സെഫോലിയ എന്ന് പറയുന്ന ടെസ്റ്റ്നെറ്റ് നെറ്റ്വർക്കിലാണ് എൻ്റെ കയ്യിൽ സെഫോലിയ ഇതേറിയം ഉള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഈ സെഫോലിയ ഇതേറിയം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇതേറിയം അല്ല. നമുക്ക് ഇതുപോലെ ടെസ്റ്റ്നെറ്റുകളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മാത്രം ടോക്കണാണ്. അല്ല നമുക്ക് വിൽക്കാനോ ക്യാഷ് എടുക്കാനോ ഒന്നും പറ്റില്ല. ആ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ കയ്യിൽ എന്ത് ചെയ്യണം, ഇതുപോലെ സെഫോലിയ ഇതേറിയം ബാലൻസ് വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ 0 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇതേറിയം എടുക്കുക, നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇതേറിയം ഫ്രീ ആയിട്ട് കിട്ടുക? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ആൽക്കമിയാണ് കാണിച്ചത്. ഇതിൽ മൾട്ടിപ്പിൾ സോഴ്സുകൾ കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അഡ്രസ്സ് കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആവും. ഓക്കെ, എന്നിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് ഏതാണ്, ആൽക്കമിയാണ്. ആൽക്കമി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ മെയിൻ നെറ്റിൽ എന്ന് വെച്ചാൽ ഇതേറിയം മെയിൻ നെറ്റിൽ 0.01 എന്തോ ഇതേറിയം ബാലൻസ് വേണം, എങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഓക്കെ, ഈ ഒരു ഇതേറിയം മെയിൻ നെറ്റിൽ എന്ന് വെച്ചാൽ ഒറിജിനൽ ഇതേറിയം 0.001 എന്തോ വേണം, എങ്കിൽ മാത്രമേ ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ടെസ്റ്റ്നെറ്റ് ഇതേറിയം കിട്ടൂ. ഓക്കെ, ഒറിജിനൽ ഇതേറിയം കുറച്ച് വേണം, എങ്കിലേ നമുക്ക് ഈ ഒരു വാലറ്റോടെ ക്വാളിഫൈ ആവുള്ളൂ. അപ്പോൾ ഒറിജിനൽ ഇതേറിയം കയ്യിലില്ലാത്തവർക്ക് ഈ ടെസ്റ്റ്നെറ്റ് ഇതേറിയം ഈ ആൽക്കമിയിൽ നിന്നും കിട്ടില്ല. അപ്പോൾ അതിന് നമ്മൾ അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വേറെ സോഴ്സുകൾ യൂസ് ചെയ്യാം. അതിനെന്ത് ചെയ്യാം, നമ്മൾ വീണ്ടും സെഫോലിയിലേക്ക് ഇടുകയാണ്. സെഫോലിയിലേക്ക് ഇട്ടു. എന്നിട്ട് ഞാൻ എന്തായാലും ഇവിടുന്ന് കുറച്ച് ഇതേറിയം കളക്ട് ചെയ്യാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ഒറിജിനൽ ഇതേറിയം ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാലറ്റ് അഡ്രസ്സോട് കൊടുത്തു, ഐ ആം നോട്ട് റോബോട്ട് കൊടുത്തു. എൻ്റെ അക്കൗണ്ടോടെ ലോഗിൻ ആണ്. ഓൾറെഡി അക്കൗണ്ട് ലോഗിൻ അല്ലാത്തവർ ലോഗിൻ ചെയ്യാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് കാർഡ് ചോദിക്കുന്നുണ്ട്, പേയ്മെൻറ്റ് ചോദിക്കുന്നുണ്ടെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു. അതെല്ലാം സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴെ സ്കിപ്പ് കാണാൻ പറ്റും. സ്കിപ്പ് അടിച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ക്രിയേറ്റ് ആവും. ഓക്കെ, പേയ്മെൻറ്റ് ഇൻഫോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് സെൻഡ് മീ ഇതേറിയം കൊടുത്തു കഴിഞ്ഞാൽ അവിടെ സെൻഡ് ആവും. നിങ്ങൾക്ക് ഓരോ 72 മണിക്കൂറിലും 0.1 ഇതേറിയമാണ് ഇവിടുന്ന് കിട്ടുക. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തായാലും ഇതേറിയം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ക്ലെയിം ചെയ്തു. നിങ്ങളുടെ കയ്യിൽ ഇനി ഇതേറിയം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, അടുത്ത സൈറ്റിലേക്ക് പോവുക. ഞാൻ ഈ യൂസ് ചെയ്യുന്ന എല്ലാ സൈറ്റുകളുടെയും ലിങ്ക് താഴെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. വേണ്ടവർക്ക് അവിടെ നിന്ന് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം, അടുത്ത സൈറ്റിലേക്ക് പോകുക. അതാണ് ഗൂഗിളിൻ്റെ Web3 ക്ലൗഡ്. ഓക്കെ, ഗൂഗിൾ ക്ലൗഡ് Web3. ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് എന്ത് ചെയ്യുക, സെഫോലിയ ചൂസ് ചെയ്യുക, വാലറ്റ് അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കോപ്പി ചെയ്തല്ലോ വാലറ്റിൽ നിന്ന്, അത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം റിസീവ് 0.05 സെഫോലിയ ഇതെന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റിലേക്ക് ഡെയിലി ഇതുപോലെ തന്നെ 0.05 സെഫോലിയ ഇതേറിയം കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും വന്ന് കളക്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഏതൊരു ടെസ്റ്റ്നെറ്റ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു സെഫോലിയ ഇതേറിയം ആവശ്യമാണ്. ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഡെയിലി വന്ന് കളക്ട് ചെയ്ത് വെക്കുക. വലിയ എമൗണ്ടിലൊന്നും കിട്ടില്ല, ചെറിയ എമൗണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഡെയിലി കളക്ട് ചെയ്താൽ വലിയ എമൗണ്ടിലേക്ക് മാറ്റാം കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഡെയിലി ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടുന്നും എൻ്റെ വാലറ്റിലേക്ക് സെൻഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്കും ഇവിടുന്ന് സെൻഡ് ആവും. ഫ്രീ ആണ്. ക്വാളിഫൈ ആവണമെങ്കിൽ ഇത്ര വാലറ്റിന് ബാലൻസ് വേണമെന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നിങ്ങൾക്ക് കുറച്ച് കളക്ട് ചെയ്യാം. ഇനി അടുത്തത് ഏതാണ്, അതാണ് പോപ്പ് ഫൗസെറ്റ്. ഓക്കെ, പോപ്പ് ഫൗസെറ്റിൽ വരുന്ന ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈൻ ചെയ്യാണ്. നമുക്ക് എത്ര എമൗണ്ട് വേണമെങ്കിലും മൈൻ ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പവർ യൂസ് ചെയ്യും. അപ്പോൾ PC യൂസ് ചെയ്യുന്ന പറയുന്നത് നല്ല ലോഡ് വരും, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ ഒരു സൈറ്റിൽ ക്വാളിഫൈ ആവണമെങ്കിൽ നിങ്ങൾക്ക് ഗിറ്റ് കോയിൻ പാസ്പോർട്ട് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുകയും നിങ്ങളുടെ സ്കോർ 2ന് മുകളിൽ എത്തുകയും വേണം. ഓക്കെ, നിങ്ങളുടെ സ്കോർ 0 ആയിരിക്കും ആദ്യം ഉണ്ടാവുക. അത് നിങ്ങളുടെ വാലറ്റിൻ്റെ സ്കോർ, നമ്മളുടെ മെറ്റാമാസ്കിൻ്റെ സ്കോർ ഗിറ്റ് കോയിൻ പാസ്പോർട്ടിൽ 2ന്റെ മേലെങ്കിലും എത്തിയാലേ ഇവിടെ ക്വാളിഫൈ ആവുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഗിറ്റ് കോയിൻ പാസ്പോർട്ടിൽ സ്കോർ കൂട്ടാൻ നോക്കാം. അതിനായിട്ട് ഈ ഗിറ്റ് കോയിൻ പാസ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വാലറ്റ് ആദ്യം കണക്ട് ചെയ്യണം. അതിനായിട്ട് സൈൻ ഇൻ വിത്ത് ഇതേറിയം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് കൊടുക്കാൻ പറയും, അതെല്ലാം കൊടുക്കുക. ഞാൻ ഓൾറെഡി കൊടുത്തു വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ സ്കോർ കാണാൻ പറ്റും 2.6 മാത്രമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ 2ന്റെ മേലെ സ്കോർ ഉണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ സ്കോർ ആക്കിയത് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴേക്ക് വരിക. ഓക്കെ, താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ ഗൂഗിളും ലിങ്ക്ഡിനും ഡിസ്കോഡും കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇത് 3ഉം കണക്ട് ചെയ്താൽ തന്നെ എനിക്ക് കിട്ടിയ പോയിന്റ്സ് ഇവിടെ കാണാൻ പറ്റും 2.6. ഈ 2.6 എന്ന സ്കോർ നിങ്ങൾക്കും കിട്ടും. ഈ 3 അക്കൗണ്ടുകൾ കണക്ട് ചെയ്താൽ തന്നെ ഗിറ്റ് കോയിൻ്റെ പാസ്പോർട്ട് സ്കോർ 2ന് മേലേക്ക് എത്തും. അപ്പോൾ ഈ ടാസ്കുകളെല്ലാം ചെയ്യുക, 2ന്റെ മേലേക്ക് ഈ ഒരു ഗിറ്റ് കോയിൻ പാസ്പോർട്ടിന്റെ സ്കോർ ആക്കുക. അതിനുശേഷം വീണ്ടും ഈ പോപ്പ് ഫൗസെറ്റ് എന്ന് പറയുന്ന സൈറ്റിലേക്ക് വരിക. ഇവിടെ നിങ്ങളുടെ വാലറ്റിൻ്റെ അഡ്രസ്സ്, നമ്മൾ നേരത്തെ വാലറ്റിൽ നിന്ന് കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക.
ഐ ആം നോട്ട് റോബോട്ട് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം, സ്റ്റാർട്ട് മൈനിങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈനിങ് സ്റ്റാർട്ട് ആവും. നിങ്ങളുടെ സ്കോർ 2-ന് താഴെ ആണെങ്കിൽ സ്റ്റാർട്ട് ആവില്ല, ആ കാര്യം മറക്കണ്ട. ഗിറ്റ് കോയിൻ പാസ്പോർട്ടിൽ 2 സ്കോറെങ്കിലും മിനിമം ആക്കിയിട്ട് വേണം സ്റ്റാർട്ട് ആക്കാൻ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ആവില്ല. ഓക്കെ, ഞാൻ ഇതേപോലെ തന്നെ ഈ സൈറ്റ് ഓപ്പൺ ആക്കി 11 മണിക്കൂറും 58 മിനിറ്റും മൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2.5 സെഫോലിയ ഇതുവരെയും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് ചെയ്യാം, ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. അതിനുശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻ ചെയ്ത സെഫോലിയ ഇതുവരെയും ഓട്ടോമാറ്റിക്കലി നമ്മൾ കണക്ട് ചെയ്ത്, നമ്മളിപ്പോൾ കൊടുത്ത ഈ വാലറ്റ് അഡ്രസ് ഉണ്ടല്ലോ, ഞാനിവിടെ കൊടുത്ത ഈ ഒരു മെറ്റാമാസ്കിൻ്റെ വാലറ്റ് അഡ്രസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഞാൻ 2 സൈറ്റിൽ നിന്ന് കളക്ട് ചെയ്തു, അതോടെ ആഡ് ആയിട്ടുണ്ട്. ഇവിടുത്തെ എന്തായാലും ഇപ്പോൾ ആഡ് ആവില്ല, കുറച്ചധികം മൈൻ ചെയ്താൽ മാത്രമേ ഓട്ടോമാറ്റിക്കലി ആഡ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മൈൻ ചെയ്യണമെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ ഇതിലൂടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ സ്റ്റോപ്പ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കിട്ടില്ല, കാരണം നമുക്ക് മിനിമം എമൗണ്ട് എന്ന് പറഞ്ഞാൽ 0.05 സെഫോലിയ ഇതേറെങ്കിലും ഇതുപോലെ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെറ്റാമാസ്കിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ എമൗണ്ട് ഒക്കെ മൈൻ ചെയ്തിട്ട് പെട്ടെന്ന് നിർത്തുകയാണെങ്കിൽ അത് മെറ്റാമാസ്കിലേക്ക് ആഡ് ആവില്ല എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ ആൽക്കമിയും ഈ ഒരു ഗൂഗിളിൻ്റെ വെബ്3യും അതുപോലെ തന്നെ ഈ ഫോസെറ്റും ഒക്കെ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു 4 സെഫോലിയ ഇതേറിയൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഹെമീൻ്റെ ടെസ്റ്റ്നെറ്റ് ഫ്രീ ആയിട്ട് ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റുക. മിനിമം 3 വേണം. ഓക്കെ, അപ്പോൾ മിനിമം 3 സെഫോലിയ ഇതേറി ആക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും നോക്കാം. അപ്പോൾ കുറച്ച് ക്യാഷ് മുടക്കാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം, ഈ സെഫോലിയ ഇതേറിയും ക്യാഷ് കൊടുത്ത് മേടിക്കാൻ പറ്റും ടെസ്റ്റ്നെറ്റ് ടോക്കൺ. അതിനുള്ള സൈറ്റാണ് ഈ ഒരു സൈറ്റ്. ഓക്കെ, testnetbridge.com എന്ന് പറയുന്ന സൈറ്റ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ടോക്കൺസ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ബൈ ചെയ്യാണ്, ക്യാഷ് കൊടുത്ത് മേടിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഇതുപോലെ ഫ്രീ ആയിട്ട് ഓരോ സ്ഥലത്തും പോയിട്ട് കളക്ട് ചെയ്ത് എന്ത് ചെയ്യാം, ഈ ഒരു സെഫോലിയ ഇതേറിയും ബാലൻസ് കൂട്ടുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ വാലറ്റിലുള്ള ഈ ഒരു സെഫോലിയ ഇതേറിയും ബാലൻസ് കൂട്ടിയാൽ മതി. ഓക്കെ, എനിക്കിപ്പം 4-5 ദിവസം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ലേറ്റ് ആയി പോകും. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഡെയിലി കളക്ട് ചെയ്യുമ്പോഴത്തേക്കും കുറേ ദിവസം കഴിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റുന്നവർക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ക്യാഷ് ഒറിജിനൽ ഇതേറിയം കൊടുത്തുകൊണ്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഇതേറിയം കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ടെസ്റ്റ്നെറ്റ് ഇതേറിയം വാങ്ങുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂസ്ലെസ് ആണ്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. എനിക്ക് പെട്ടെന്ന് എമൗണ്ട് ഇത്രയും പെട്ടെന്ന് ഇതേറിയം കിട്ടാൻ വേണ്ടി, സെഫോലിയ ഇതേറിയം ടെസ്റ്റ്നെറ്റ് ഇതേറിയം ഇത്രയും പെട്ടെന്ന് ബൾക്കായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഓരോ ദിവസം കളക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ കാണാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാലറ്റിലേക്ക് വന്നോ എന്ന് നോക്കാം. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം, ഈ ഒരു നെറ്റ്വർക്ക് മാറ്റി എന്താക്കണം, സെഫോലിയ ആക്കണം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. സെഫോലിയ ആക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും എൻ്റെ കയ്യിൽ 8 സെഫോലിയ ബാലൻസ് ആയിട്ടുണ്ട്. എൻ്റെ വാങ്ങിയ പർച്ചേസ് ചെയ്ത മുഴുവൻ എമൗണ്ട് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരു കാര്യം ഓർക്കേണ്ടുള്ളൂ, ഈ സെഫോലിയ ഇതേറും വിൽക്കാനോ ഒന്നും പറ്റില്ല, അതുകൊണ്ട് തന്നെ യൂസ്ലെസ് ആണ്, ക്യാഷ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് സെഫോലിയ ഇതേറും വാങ്ങുന്നത് ലിറ്ററലി പൊട്ടത്തരാണ്. പക്ഷേ എനിക്ക് പെട്ടെന്ന് ഇത്രയും സെഫോലിയ ഇതേറും വേണ്ടത് കൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഫ്രീ ആയിട്ട് ഈ സൈറ്റുകളൊക്കെ യൂസ് ചെയ്ത് കളക്ട് ചെയ്യുക. നിങ്ങൾ വാങ്ങുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 3 സെഫോലിയ ഇതേറെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, 3 നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സെഫോലിയ ഇതേറിയം ക്യാഷ് കൊടുത്ത് വാങ്ങാനുള്ള ക്യാഷ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഫ്രീ ആയിട്ട് കിട്ടുന്ന സൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇതെല്ലാം പോവുക, ഡെയിലി കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ടണൽ ചെയ്യാൻ പോവാണ്. ഇവിടെ പറഞ്ഞ എത്രയാണ്, 2 ഇതേറിയം ചെയ്യുകയാണെങ്കിൽ 2 സെഫോലിയ ഇതേറിയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 2000 പോയിന്റ്സ് വെച്ച് ഡെയിലി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഞാൻ 2 ചെയ്യാണ്. അപ്പോൾ നമ്മുടെ 2 ഇതേറിയം 2 മാക്സിമം ചെയ്യാൻ പറ്റുന്നത്, ഞാൻ 2 ചെയ്യാണ്. നിങ്ങളുടെ കയ്യിലുള്ള എത്രയാണോ അത്രയും ചെയ്താൽ മതി. 2 ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ചെറിയ എമൗണ്ട് ഓഫ് സെഫോലിയ ഇതേറിയം മാത്രമേ ഉള്ളെങ്കിൽ ചെറിയ എമൗണ്ട് ചെയ്താൽ മതി. 2 ചെയ്യണമെന്നില്ല. 2 ഏറ്റവും മാക്സിമം, ഏറ്റവും കൂടുതൽ 2 ചെയ്യാൻ പറ്റുക. എൻ്റെ കയ്യിൽ എന്തായാലും ഇപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങിക്കൊണ്ട് കുറേ ബാലൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ലാവിഷാക്കുകയാണ്. നിങ്ങളെന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുന്നവർ അത്രയും ചിലവാക്കാതിരിക്കുക. ബാക്കി ടാസ്കുകളൊക്കെ ചെയ്യാനും നമുക്ക് ഈ ടോക്കൺ ആവശ്യമാണ്. ആ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യില്ല ഗ്യാസ് ഫീ. ഓരോ ട്രാൻസ്ഫറിനും ഈ ഒരു ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ലോഡിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ ചെയ്യുമ്പോൾ ഉള്ളത്രയും ഗ്യാസ് ഫീ ചിലപ്പോൾ നിങ്ങൾക്ക് വന്നോളന്നില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ ആയിരിക്കും വരിക. അതെല്ലാം ഈ സെഫോലിയ ഈ ഒരു ടൈമിൽ ഈ ഒരു നെറ്റ്വർക്കിൽ വരുന്ന ലോഡിനനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 2 ചെയ്യാണ്. ഞാനിവിടെ 2 കൊടുത്തു. അതിനുശേഷം ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തു. ഡെപ്പോസിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെറ്റാമാസ്കിൽ ഏതൊരു ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിലും മെറ്റാമാസ്കിൽ ഇതുപോലെ കൺഫർമേഷൻ വരും. എല്ലാം നോക്കിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, അതുപോലെ കൺഫേം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ട്രാൻസാക്ഷൻ ഇവിടെ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഒരു 10-20 സെക്കൻഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് നിന്ന് നമ്മുടെ ആ ഒരു എമൗണ്ട് കട്ടായിട്ടുണ്ട്. ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ടണൽ ചെയ്തിരിക്കുന്ന അവിടെ കാണാൻ പറ്റും സക്സസ് ആണ്. ഈ ടാസ്ക് ചെയ്തതിനുള്ള 1000 പോയിന്റ് എന്താവും, എനിക്ക് ഇവിടെ ആഡ് ആവും. ഇപ്പോൾ തന്നെ ആഡ് ആവും. 4 മണിക്കൂറിലാണ് റിഫ്രഷിൻ്റെ ഉള്ളത്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞ് റിഫ്രഷ് ആകുമ്പോൾ ആ പോയിന്റ് ഇവിടെ ആഡ് ആവുകയും എൻ്റെ റാങ്കിങ് കൂടെ കാണിക്കുകയും ചെയ്യും ലീഡർ ബോർഡിൽ. അപ്പോൾ നമുക്ക് ഈ ടണൽ പേജിൽ വേറെ ടാസ്കും കൂടെ ചെയ്യാനുണ്ട്. ടണലിൻ്റെ പേജിലേക്ക് വരിക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും വെബ് POP മൈനർ. ഇതും കൂടെ നമ്മൾ ചെയ്യണം. അതിനകത്ത് എന്ത് ചെയ്യുക, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓപ്പൺ വെബ് POP മൈനർ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെഷൻ കാണാൻ പറ്റും. പ്രൈവറ്റ് കീ കിട്ടും. ഈ പ്രൈവറ്റ് കീ ആവശ്യമാണ്. ഇത് കോപ്പി ചെയ്ത് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുക. എന്നിട്ട് ഐ സേവ്ഡ് മൈ പ്രൈവറ്റ് കീ എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ എങ്ങനെയാണ് കാണാൻ പറ്റുക, ഇവിടെ നമുക്ക് ബിറ്റ് കോയിൻ അഡ്രസ്സ് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ
TBTC അതായത് ടെസ്റ്റ്നെറ്റ് BTC ഈ ഒരു വാലറ്റിലേക്ക് ഈ ഒരു അഡ്രസ്സ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ മൈനിങ് വാലറ്റ്. ഈ മൈനിങ് വാലറ്റിലേക്ക് നമ്മൾ ടെസ്റ്റ്നെറ്റ് BTC ബിറ്റ് കോയിൻ സെൻഡ് ചെയ്യണം. അപ്പോൾ ഇതവിടെ നിന്ന് കിട്ടും. നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താ, നമ്മുടെ വാലറ്റിൻ്റെ അഡ്രസ്സ് കാണാൻ പറ്റും, ഇത് കോപ്പി ചെയ്യാം. ടെസ്റ്റ്നെറ്റ് BTC ടെസ്റ്റ്നെറ്റ് ബിറ്റ് കോയിൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബിറ്റ് കോയിൻ കിട്ടണം. അത് എവിടെ നിന്ന് കിട്ടും? ഇവർ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് തരും. അതിന് നമ്മൾ ചെയ്യേണ്ട എന്താ, ഇവിടെ ഡിസ്കോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിന്ന് നമുക്ക് 0.1 ടെസ്റ്റ്നെറ്റ് BTC വരെ കിട്ടും. ഹെമി നെറ്റ്വർക്കിൻ്റെ ഡിസ്കോഡ് സെർവറിൽ ഏറ്റവും താഴെ വന്ന ഫോസറ്റ് കാണാൻ പറ്റും, ഇത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ചാറ്റിൽ സ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, സ്ലാഷ് കൊടുക്കുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ആദ്യം തന്നെ TBTC ഫോസറ്റ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അഡ്രസ്സ് കൊടുക്കണം. അത് സെലക്ട് ചെയ്യുമ്പോൾ അഡ്രസ്സ് എന്നുള്ള സംഭവം വരും. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമ്മുടെ ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് ഈ ഒരു ബിറ്റ് കോയിൻ അഡ്രസ്സ് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യണം, അതിവിടെ കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. പേസ്റ്റ് ചെയ്തതിനു ശേഷം എൻ്റർ ക്ലിക്ക് ചെയ്യുക. എൻ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെൻഡിങ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നോർമലി സെൻഡ് ആവാറുണ്ട്. ഇപ്പോൾ എന്തോ എറേഴ്സ് ആണ് ഇവിടെ വരുന്നത്, ഇവരുടെ സെർവർ എന്തോ ഡൗൺ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഒന്നും സെൻഡ് ആവുന്നില്ല, എല്ലാ RPC എററാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എറേഴ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്കിവിടെ വന്നോ എന്ന് നോക്കാം. എത്തിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ ബട്ടൺ എനേബിൾ ആവും. എന്തായാലും നിലവിൽ ഇപ്പോൾ എനേബിൾ ആയിട്ടില്ല. നിലവിൽ എന്തായാലും ഈ POP മൈനർ വർക്ക് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സ്കിപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ അടുത്ത ടാസ്കിലേക്ക് മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ടണൽ സ്റ്റേബിൾ ടു ഹെമി എന്നാണ് അടുത്ത ടാസ്ക്. എന്ന് പറഞ്ഞാൽ എത്ര ഉള്ളൂ, സ്റ്റേബിൾ ടോക്കൺസ് ഹെമി ടെസ്റ്റ്നെറ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ടണൽ ചെയ്യാണെന്ന് വെച്ചാൽ USDC USDT അതുപോലുള്ള കോയിൻസ് അതിനായിട്ട് എന്ത് ചെയ്യുക, ടണൽ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരുന്നുള്ളൂ. അവസാനമാണ് ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും സ്കിപ്പ് ചെയ്ത് പോവുകയാണ്. അതിന് കാരണം ഉണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റേബിൾസ് ആണ് ടണൽ ചെയ്യേണ്ടത്. ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇപ്പോൾ ടെതർ കൊടുത്തു, ടെതറാണ് USDT. അപ്പോൾ എൻ്റെ കയ്യിൽ ബാലൻസ് ഇല്ല, 0 ആണ് USDT എൻ്റെ കയ്യിൽ ബാലൻസ് ഉള്ളത്. നമുക്ക് കുറച്ച് USDT കിട്ടണം, എങ്കിലേ ടണൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം USDT നമുക്ക് വേണം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, സ്വാപ്പ് ചെയ്താൽ മതി. അപ്പോൾ സ്വാപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് തിരിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫോർ നൗ ഈ ഒരു ടാസ്ക് നമ്മളിവിടെ വെക്കുകയാണ്. അതിനുശേഷം അടുത്തേക്ക് പോവുകയാണ്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ അടുത്തത് ഒരു സേഫ് ക്രിയേറ്റ് ചെയ്യാനാണ്. അതിനായിട്ട് ക്രിയേറ്റ് കൊടുക്കുക. ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ പറ്റും. കണക്ട് വാലറ്റ് ക്ലിക്ക് ചെയ്യുക. കണക്ട് വാലറ്റ് കൊടുത്ത് നമ്മുടെ മെറ്റാമാസ്ക് കാണാം, മെറ്റാമാസ്ക് കളക്ട് ചെയ്യുക. മെറ്റാമാസ്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു കൺഫർമേഷൻ വരും. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഹെമി സെഫോലിയ നമ്മൾ നേരത്തെ ഒരു ടണൽ ചെയ്തല്ലോ, സാധാരണ ഇതേറിയം സെഫോലിയ മാറ്റി ഹെമി സെഫോലിയിലേക്ക് ആക്കി. അപ്പോൾ ഈ ഹെമി സെഫോലിയയിൽ കുറച്ച് ഫീ നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം ഹെമിയിലേക്ക് ടണലൊക്കെ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. ആദ്യം ടാസ്കുകൾ കറക്റ്റ് ഓർഡറിൽ ചെയ്തു വരെങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ടണൽ ചെയ്തു, അതുകൊണ്ട് തന്നെ ഇത് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സേഫ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു നെയിം കൊടുക്കാൻ പറയും. നെയിം കൊടുക്കുക, അതിനുശേഷം നെക്സ്റ്റ് അതിനുശേഷം ഇതുപോലെ കൺഫർമേഷൻ വരും, കൺഫേം കൊടുക്കുക. ഓക്കെ, ഈ ഒരു പേജിൽ ഞാൻ ട്രാൻസാക്ഷൻ ചെയ്തതിന് ശേഷം 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റാർട്ട് യൂസിങ് സേഫ് എന്ന് പറയുന്ന ബട്ടൺ വന്നു. ഇത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സേഫ് ഇവിടെ ഓപ്പൺ ആവും. അതിനുശേഷം എന്ത് ചെയ്യുക, ഗോട്ടിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ സേഫ് ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഒരു ടാസ്ക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. സേഫ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്, നമ്മൾ സേഫ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇത് 1 ടൈം മാത്രമാണ്, എന്ന് വെച്ചാൽ 1 ടൈമേ ചെയ്യാൻ പറ്റൂ. അതിൽ നമുക്ക് 500 പോയിന്റ്സ് റിവാർഡായിട്ടും കിട്ടും. ഓരോ ദിവസവും കയറി ചെയ്യാൻ പറ്റില്ല, ഓരോ ടാസ്കുകൾക്കും അങ്ങനെ ഉണ്ട്. അടുത്ത ടാസ്ക് നോക്കിയാൽ കാണാൻ പറ്റും, ക്രിയേറ്റ് എ ക്യാപ്സൂൾ ഓൺ ഹെമി എന്ന് പറയുന്ന ടാസ്ക്കാണ് അടുത്തത്. ഇവിടെ ട്വൈസ് വീക്കിലിയാണെന്ന് വെച്ചാൽ ഒരു വീക്കിൽ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും 1000 പോയിന്റ്സ് വെച്ച് കിട്ടും. അപ്പോൾ ഞാൻ പറയുന്ന ഓർഡർ തന്നെ ചെയ്തു പോകുക, എങ്കിലാണ് എല്ലാം കറക്റ്റായിട്ട് വർക്ക് ആവുക. ഇനി നമ്മൾ ചെയ്യുന്നത് സ്വാപ്പാണ്. ഓക്കെ, ക്യാപ്സൂൾ അല്ല, സ്വാപ്പാണ്. ഓക്കെ, സ്വാപ്പ് കയറി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, 0.00 ഈ ഒരു ഹെമി നെറ്റ്വർക്കിലുള്ള നമ്മുടെ 2 ഇതേറിയാണ് ഹെമിയിലുള്ളത്. അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യാണ്, 0.001 എന്താക്കാണ്, USDT ആക്കി മാറ്റാണ്. ഓക്കെ, ഇവിടെ സെലക്ട് ടോക്കണിൽ ഇവിടെ ടെതർ കാണാൻ പറ്റും. ഈ ഒരു ടെതർ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതാണ് USDT. ഐ അണ്ടർസ്റ്റാൻഡ് കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുത്തപ്പോൾ ഫെയിൽ ആവുകയാണ് ചെയ്തത്. എന്തായാലും നമ്മൾ ഒന്നും കൂടി ട്രൈ ചെയ്യാണ്. ട്രൈ അഗൈൻ കൊടുത്തു. അപ്പോൾ വീണ്ടും കൺഫർമേഷനും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ ചെയ്ത് കൊടുക്കണം. കൺഫേം കൊടുത്തപ്പോൾ സ്വാപ്പ് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം എറർ വന്നു എന്ന് വിചാരിച്ച് ഒഴിവാക്കി വിടരുത്. ഇതുപോലെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ റെഡി ആവും. ഇനി നമ്മൾ ചെയ്യേണ്ട എന്താ, സ്വാപ്പ് എന്ന് പറയുന്ന ടാസ്ക് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരിക. ഇവിടെ നമ്മൾ ഈ ഒരു സ്വാപ്പ് ഓൺ ഹെമി എന്ന് പറയുന്ന ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിന് ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും 200 പോയിന്റ്സ് ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ക്രിയേറ്റ് എ ക്യാപ്സൂൾ ഓൺ ഹെമിയാണ്. അതിനായിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്തു. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുണ്ട്. എന്തായാലും ഇവിടെ കണക്ട് വാലറ്റ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമ്മളെ മെറ്റാമാസ്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുത്തു, കൺഫേം കൊടുത്തു. നമ്മുടെ വാലറ്റോടെ കണക്ട് ആയി. വാലറ്റോടെ കണക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അസെറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്വാപ്പ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആഡ് അസെറ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ടോക്കൺസ് NFT നമ്മളുടെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. നിങ്ങളിപ്പോൾ ഞാൻ ചെയ്ത പോലെ സ്വാപ്പ് ചെയ്യാതെയാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഞാനിപ്പോൾ സ്വാപ്പ് ചെയ്ത USDTE ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ സ്വാപ്പ് ചെയ്ത USDTE ആണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ സ്വാപ്പ് ചെയ്യാതെയാണ് ഈ ടാസ്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിത് സ്കിപ്പ് ചെയ്ത് അതിന് ശേഷമുള്ള ടാസ്ക് ചെയ്തിട്ട് വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, USDTE സെലക്ട് ചെയ്ത് കൊടുത്തു. 420 ആണ് എൻ്റെ കയ്യിലുള്ളത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 200 മാത്രം കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് കൊടുക്കുന്നു. ആഡ് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, വീണ്ടും കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുന്നു. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസീവർ അഡ്രസ്സ് നമുക്ക് ആർക്കാണ് അയക്കേണ്ടത് എന്നുള്ള അഡ്രസ്സ് കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം, നമ്മുടെ സ്വന്തം അഡ്രസ്സ് തന്നെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. ഈ ഒരു അഡ്രസ്സ് ഇവിടെ വരുന്ന അഡ്രസ്സ് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു.
ടേംസ് ആൻഡ് കണ്ടീഷനും കാര്യങ്ങളൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ട്രാൻസ്ഫർ കൊടുക്കുക. ഓക്കെ, ട്രാൻസ്ഫർ കൊടുത്തതിന് ശേഷം ഇവിടെ അപ്രൂവ് എന്ന് പറയുന്ന വട്ടം കാണാം. അപ്രൂവ് ക്ലിക്ക് ചെയ്യുക. അപ്രൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മെറ്റാമാസ്കിൽ അപ്രൂവൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കസ്റ്റം സ്പെൻഡിങ് ആപ്പ് എന്ന് പറയുന്ന സംഭവം കാണാൻ പറ്റും. ഇതെന്ത് ചെയ്യാം, മാക്സ് കൊടുക്കുക. ഓക്കെ, ഇത് മാക്സ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ്. ഓക്കെ, അതിനുശേഷം അപ്രൂവ്. അപ്പോൾ ഇവിടെ പ്രോസസ്സ് ആവുന്നുണ്ട്. പ്രോസസ്സായി കഴിഞ്ഞതിന് ശേഷം അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അപ്രൂവ് ആയി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ എല്ലാ ടോക്കണും അപ്രൂവ് ആയി, ഈ ഒരു ടാസ്കും കംപ്ലീറ്റ് ആയി എന്നാണ് അതിനർത്ഥം. അതിനായിട്ട് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഒരു ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻ കഴിയുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് വീണ്ടും മെറ്റാമാസ്കിൽ ഒരു കൺഫർമേഷൻ വരും. ഇതെന്ത് ചെയ്യണം, കൺഫേം ചെയ്ത് കൊടുക്കുക. കൺഫർമേഷൻ കൊടുത്ത് 10-20 സെക്കൻഡ് കഴിയുമ്പോൾ സക്സസ് എന്ന് കാണാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു അഡ്രസ്സ്, ഈ ഒരു URL നമ്മൾ കോപ്പി ചെയ്ത് എടുത്ത് വെക്കണം. ഓക്കെ, ഇതും ആവശ്യമുണ്ട്. ഇതും കോപ്പി ചെയ്ത് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇതും ക്ലോസ് ചെയ്തു. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്ത ടാസ്കിലേക്ക് മൂവ് ഓൺ ചെയ്യാണ്. ഈ ഒരു ടാസ്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ട്വൈസ് വീക്കിലാണെന്ന് വെച്ചാൽ ഒരു വീക്കിൽ 2 പ്രാവശ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ആഴ്ചയും നമുക്ക് 1000 പോയിന്റ്സ് വെച്ച് ഏൺ ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ അതും ചെയ്തു പോവുക ഓരോ ആഴ്ചയും. നമ്മൾ ഈ ഒരു സ്വാപ്പ് എന്ന് പറയുന്ന ടാസ്കിൽ നമ്മുടെ കയ്യിൽ ഇതുവരെയും സ്വാപ്പ് ചെയ്തുകൊണ്ട് സ്റ്റേബിൾ ടോക്കൺ ആയ USDT ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്ത് പോയത്. എന്നിട്ട് എന്ത് ചെയ്യുക, ടണലിലേക്ക് വരിക. ടണലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇതുവരെയും മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒരു ടെതർ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ വാലറ്റോടെ ഡിസ്കണക്ട് ആയി പോയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം എൻ്റെ വാലറ്റോടെ കണക്ട് ആയിട്ടുണ്ട്. എന്നിട്ടും എൻ്റെ ബാലൻസ് 0 ആണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ സെഫോലിയ നെറ്റ്വർക്കിലല്ല USDT ഉള്ളത്, ഹെമി നെറ്റ്വർക്കിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സെഫോലിയ നെറ്റ്വർക്ക് മാറ്റിയിട്ട് ഹെമി ആക്കണം. ഓക്കെ, അപ്പോൾ ഹെമി സെഫോലിയ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വാലറ്റിൽ കൺഫർമേഷൻ വരും. ജസ്റ്റ് എന്ത് ചെയ്യുക, സ്വിച്ച് നെറ്റ്വർക്ക് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹെമി സെഫോലിയ ആക്കിയപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും റോങ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ജസ്റ്റ് ഒരു സ്വാപ്പിൻ്റെ വട്ടം കാണാൻ പറ്റും. ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെമി മേലേക്ക് വരും, സെഫോലിയ താഴേക്ക് പോകും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ബാലൻസിൽ 220 ആണുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതെന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു സ്റ്റേബിൾ ടോക്കൺ സെഫോലിയയിലേക്ക് ടണൽ ചെയ്ത് കൊടുക്കണം. അതെന്ത് ചെയ്യുന്നു, ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 220 ആണ്. ഞാൻ ജസ്റ്റ് ഒരു 100 മാത്രം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാസ്ക്കും ഇങ്ങനെ ചെയ്താൽ കംപ്ലീറ്റ് ആവും. അതിനായിട്ട് ഇനിഷ്യേറ്റ് വിഡ്രോവൽ കൊടുക്കുകയാണ്. ഇനിഷ്യേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെറ്റാമാസ്കിൽ ഇതുപോലെ എന്ത് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിലും കൺഫേം ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് കൺഫേം ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കണക്ട് ടു സെഫോലിയ എന്ന് പറയുന്ന വട്ടം കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മെറ്റാമാസ്കിൽ സെഫോലിയ നെറ്റ്വർക്ക് ആക്കി കൊടുക്കണം. സ്വിച്ച് കൊടുക്കുക. സ്വിച്ച് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് കഴിയണം എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ട്രാൻസാക്ഷനിലേക്ക് വന്നതിന് ശേഷം ഒന്നും കൂടെ അപ്രൂവൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. ഇപ്പോൾ വേണമെങ്കിൽ ഈ പേജ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് ആണ് പറഞ്ഞത്. 20 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയിലേക്ക് വരിക. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വ്യൂ എന്ന് പറയുന്ന ബട്ടൺ കാണാം. വ്യൂ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, വ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പ്രൂവ് വിഡ്രോൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ എനേബിൾ ആയിട്ടില്ല. 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് എനേബിൾ ആവും. ഓക്കെ, എനേബിൾ ആവുമ്പോൾ എന്ത് ചെയ്യുക, പ്രൂവ് ക്ലിക്ക് ചെയ്യുക. മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും, കൺഫേം കൊടുക്കുക. കഴിഞ്ഞു. ഓക്കെ, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടാസ്കുകളും ഏകദേശം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ ഒരു ടണലിങ്ങിൻ്റെ ടാസ്കും അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആവുന്നതാണ്, സ്റ്റേബിൾ ടണലിൽ നിന്ന്. ഓക്കെ, ഇനി നമുക്ക് ആകെ ബാക്കിയുള്ള എന്താണ്, സീൻലിൻ്റെ ടാസ്കുകളാണ്. ഇത് ഗോ ടു സീൻലി അടിക്കുക. ഗോ ടു സീൻലിയിൽ വന്ന് അവിടെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കണക്ട് കൊടുക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യണം. എനിക്ക് ഓൾറെഡി സീൻലിയിൽ അക്കൗണ്ട് ഉണ്ട്. ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക ഇതുപോലെ. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ജോയിൻ ഹെമി നെറ്റ്വർക്ക് എന്നായിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ടാസ്കുകൾ ഇതാ 2 എണ്ണം മാത്രമാണ്. ഡിസ്കോഡിൽ ജോയിൻ ചെയ്യുക, ട്വിറ്റർ ഫോളോ ചെയ്യുക. 2 കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടാസ്ക് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, ജോയിൻ ഹെമി നെറ്റ്വർക്ക് സെർവർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. നമ്മൾ നേരത്തെ തന്നെ ഹെമി നെറ്റ്വർക്കിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ ചെയ്തവരല്ലെങ്കിൽ വീണ്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആവുന്നതാണ്. ഇവിടെ ക്ലെയിം ബട്ടൺ കാണാം. ക്ലെയിം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ നെക്സ്റ്റ് അൺലോക്ക് ആയത് ട്വിറ്ററാണ്. ട്വിറ്റർ എന്ത് ചെയ്യുക, ഫോളോ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഞാൻ ഓൾറെഡി ഫോളോ ചെയ്യുന്നുണ്ട്. ഫോളോ ചെയ്തതിനു ശേഷം വീണ്ടും ഇവിടെ വരിക. അതിനുശേഷം ക്ലെയിം കൊടുക്കുക. ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഈ ഒരു സംഭവം കഴിഞ്ഞു. ഓക്കെ, 2 എണ്ണം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സീൻലി നമ്മൾ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡെയിലി ഈ ഒരു ഗാലക്സി ടാസ്കുകൾ ചെയ്യാം. ഡെയിലി ഉള്ള ടാസ്കുകൾ, പെർ ഡേ ടാസ്കുകളെല്ലാം ഡെയിലി ചെയ്തു പോകാം. പെർ വീക്ക്ലി ട്വൈസ് എന്നൊക്കെ ഉള്ളത് 2 പ്രാവശ്യം ഓരോ ആഴ്ചയും ചെയ്യാം. 1 ടൈം ആണെങ്കിൽ 1 പ്രാവശ്യം മാത്രമേ ചെയ്യാൻ പറ്റൂ. പുതിയ ടാസ്കുകൾ എന്തെങ്കിലും വരികയാണെങ്കിൽ അതും ചെയ്തു പോവുക. അങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് 4 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞ് തുറക്കുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത ടാസ്കുകളുടെ എല്ലാം പോയിന്റ്സ് ആഡ് ആവുകയും റാങ്കിങ് കൂടുകയും ചെയ്തിട്ടുണ്ടാവും. റാങ്കിങ് ഒന്നും നോക്കണ്ട, മാക്സിമം പോയിന്റ്സ് കിട്ടുന്നത് എത്രയാണോ അത്രയും പോയിന്റ്സ് എടുക്കാൻ നോക്കുക. വളരെ ലെങ്ത് കൂടിയ വീഡിയോ ആയി മാറിയിട്ടുണ്ടാവും. കാരണം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തരണം, ഇത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരണം. കുറേ ആൾക്കാർക്ക് അയ്യോ ഇത് ഞാൻ ചെയ്യണോ, ടെലഗ്രാം എയർഡ്രോപ്പിൽ ടാപ്പ് ചെയ്താൽ പോരെ, ഗെയിം കളിച്ചാൽ പോരെന്ന് തോന്നുന്നുണ്ടാവും. അപ്പോൾ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒരിക്കലും ഈ ഹെമി മിസ്സാക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്. ഫ്യൂച്ചറിൽ നല്ല ഹൈപ്പ് കിട്ടാൻ പോകുന്ന, നല്ല ഗ്രോത്ത് ഉണ്ടാകുമോ എന്ന പ്രൊജക്റ്റാണ്. ഇപ്പോൾ കുറേ ബഗ്ഗും ഗ്ലിച്ചൊക്കെ ഉണ്ട്, അതൊക്കെ സോൾവ് ആവും. നമുക്ക് നോക്കിയാൽ 3 സീസൺ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. കാണാൻ പറ്റും. എത്ര സീസൺ ഉണ്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. 3 സീസൺ ഉണ്ട്. ഫസ്റ്റ് സീസണാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞാൽ ടെസ്റ്റ് നെറ്റ് ആണ്.
അടുത്ത സീസണിൽ വേറെ എന്തെങ്കിലും ടാസ്കുകളോ ടെലഗ്രാം ടാസ്കുകളൊക്കെ ആയിരിക്കും. ഇത് കണ്ടപ്പോൾ കുറേ ടാസ്കുകളെ പോലെ തോന്നുമെങ്കിലും ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്യുക, പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും. എനിക്ക് ജസ്റ്റ് ചെയ്തു പോവുകയാണെങ്കിൽ എല്ലാ ടാസ്കുകളും ചെയ്ത് തീർക്കാൻ ഏകദേശം 2-3 മിനിറ്റ് മാത്രം മതി. എനിക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിച്ചു തരേണ്ടതുകൊണ്ടാണ് ഇത്രയും നേരം വൈകുന്നതും ഇത്രയും ടൈം എടുക്കുന്നതും. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കറക്റ്റായിട്ട് ചെയ്തു പോവുക. കുറഞ്ഞ ടൈം മാത്രം മതി ഇത് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്ര എഫേർട്ട് എടുത്ത് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തൊണ്ടടക്കം അടിച്ചു പോയി. ഏകദേശം 1.5 മണിക്കൂറായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കട്ട് ചെയ്യുമ്പോൾ കുറേ ടൈം കുറയ്ക്കും. എന്തായാലും അത്രയും ടൈമുള്ള വീഡിയോ അപ്ലോഡ് ചെയ്താലും കാണാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ കുറയ്ക്കുമെങ്കിലും കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനുള്ളൊരു ലൈക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ടെസ്റ്റ്നെറ്റ് വീഡിയോസും എയർ ഡ്രോപ്പുകളെല്ലാം കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റിൻ്റെയും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പ്രൊജക്റ്റുകളുടെയും അപ്ഡേറ്റ്സും ന്യൂസുകളും എല്ലാം ടെലഗ്രാം ചാനലിലാണ് നമ്മൾ ഷെയർ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും കൃത്യസമയത്ത് അറിയാനായിട്ട് ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.